നമസ്കാരം. കുംഭമേള വൈറൽ ഗേളായിട്ടുള്ള മൊണാലിസ ബോസ്ലെ നിങ്ങളാരും മറന്നു കാണില്ലല്ലോ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൊണാലിസ ഇപ്പം അത്യാവശ്യം സുപരിചിതയാണ്. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ ജൂവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മൊണാലിസ കേരളത്തിലേക്കും എത്തിയിരുന്നു. ഞാൻ ഈ മൊണാലിസയെ കുറിച്ചൊരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ 3-4 വീഡിയോസിലും ഞാനൊരു മെയിൻ കൺസേണും പറഞ്ഞിരുന്നു. അതായത് ഇതുപോലെ പെട്ടെന്ന് ഫേമസ് ആകുന്ന, പെട്ടെന്ന് വൈറലാകുന്ന പെൺകുട്ടികളെ തേടി ഒരുപാട് ചതിയന്മാര് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം നല്ലതല്ല എന്നുണ്ടെങ്കിൽ, ചെന്ന് ചേരുന്ന കൈകൾ സുരക്ഷിതമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി അതോടുകൂടി അവതാളത്തിലാവും. പിന്നെ നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടത്തില്ല, നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല, നല്ല ഭാവിയും ഉണ്ടാകത്തില്ല. അതാണ് സത്യം. ഈ മൊണാലിസയെ സംബന്ധിച്ചിടത്തോളം മൊണാലിസയുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കുടുംബമാണ്. അവർക്ക് വലിയ ലോകവിവരമില്ല, പഠിപ്പില്ല, ഒന്നുമില്ല. ഈ മൊണാലിസയും സ്കൂളിൽ പോലും പോയിട്ടില്ല. 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറഞ്ഞ് പറ്റിക്കാനും എളുപ്പമാണ്. അതിനാൽ മൊണാലിസ ഇപ്പം ചെന്ന് എത്തിയേക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്നുള്ളൊരു സംശയം കൂടി ഞാൻ ഏറ്റവും ഒടുവിലിട്ട വീഡിയോയിൽ പ്രകടിപ്പിച്ചിരുന്നു. ഇതാണ് ആ വീഡിയോയുടെ തംബ്നെയിൽ. അപ്പോൾ നമ്മൾ ഈ മൊണാലിസയെ കുറിച്ച് കേട്ട ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്, മൊണാലിസയെ തേടി ഒരു സംവിധായകൻ ചെന്നു. സനോജ് മിശ്ര എന്നാണ് ആ സംവിധായകന്റെ പേര്. സനോജ് മിശ്രയുടെ അടുത്ത സിനിമയിൽ മൊണാലിസയെ നായികയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സനോജ് മിശ്ര മൊണാലിസയുടെ കുടുംബത്തിൽ ചെല്ലുന്നത്. എന്നിട്ട് മൊണാലിസയുടെ അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊണാലിസയും കൊണ്ട് സനോജ് മിശ്ര മുംബൈയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ താമസിപ്പിച്ചേക്കുമായിരുന്നു ഈ മൊണാലിസയെ. അതായത് ഫുള്ളി ഇയാളുടെ കെയർ ഓഫിൽ. ഇയാളാണ് മൊണാലിസയുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് അയാൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മൊണാലിസ ഇയാളുടെ ഓണർഷിപ്പിലുള്ള എന്തോ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ്, ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എടുത്തിട്ടാണ് ഇയാൾ മൊണാലിസയോട് പെരുമാറിയത്. കേരളത്തിൽ വന്നപ്പോഴും ഈ സനോജ് മിശ്ര മൊണാലിസയുടെ ഒപ്പം ഉണ്ടായിരുന്നു. മൊണാലിസ എവിടെ പോയാലും ഈ സനോജ് മിശ്രയും ഒപ്പം പോകും. എന്നിട്ട് മൊണാലിസയ്ക്ക് ആക്ടിങ് ക്ലാസ് കൊടുക്കുവാണ്. മൊണാലിസയെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എഴുതാൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇയാളുടെ ഇൻസ്റ്റഗ്രാമിലും ഇയാൾ പോസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ കൂടി ഇയാളൊന്ന് ഫേമസ് ആയായിരുന്നു. ആ സമയത്താണ് ഈ സനോജ് മിശ്രയ്ക്ക് എതിരെ 3 പ്രൊഡ്യൂസേഴ്സ് രംഗത്ത് വരുന്നത്. ഈ 3 പ്രൊഡ്യൂസേഴ്സിൽ 2 പേര് ഈ സനോജ് മിശ്രയുടെ ഒപ്പം വർക്ക് ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം ഇവർ പറയുന്നത് ഈ സനോജ് മിശ്ര കള്ളനാണ്, മൊണാലിസയെ ഇയാൾ ഉപയോഗിക്കുകയാണ്. കാരണം മൊണാലിസയ്ക്ക് ആ സമയത്ത് നല്ല ഫെയിം ഉണ്ടായിരുന്നു. മൊണാലിസയുടെ ആ ഒരു ഫെയിം ഇയാൾ ഉപയോഗപ്പെടുത്തുകയാണ്. മൊണാലിസയുടെ വീട്ടുകാരെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇയാൾ ചതിയനാണ്, ഇയാളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊഡ്യൂസേഴ്സ് രംഗത്ത് വരുന്നത്. അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു തംബ്നെയിലുണ്ടല്ലോ, ആ വീഡിയോ ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ടത്. ആ സമയത്ത് സനോജ് മിശ്ര പറഞ്ഞു, ഈ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അസൂയാണ്, എന്നോട് ജലസാണ്, ഞാൻ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ മൊണാലിസയും കൊണ്ട് ഇയാളൊരു വീഡിയോ എടുപ്പിച്ചു. ഞാനിപ്പോൾ സുരക്ഷിതയാണ്, എനിക്കൊരു കുഴപ്പമില്ല, സനോജ് മിശ്ര എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ ബ്രദറിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊണാലിസയും കൊണ്ടും ഇയാൾ വീഡിയോ എടുപ്പിച്ചു. അതോടുകൂടിയിട്ട് ആ പ്രശ്നം ഒതുങ്ങി തീർന്നേക്കാണ്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. മൊണാലിസ ചെന്നുപെട്ട സ്ഥലം ഒട്ടും സുരക്ഷിതമല്ലായിരുന്നു. ചെന്ന് ചേർന്ന കൈകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതിക്കുഴിയാണ്. അയാൾ ഏറ്റവും വലിയ ചതിയനാണ്. ആ സനോജ് മിശ്രയെ ഇപ്പം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തേക്കാണ്. എന്ത് കേസിനാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടി അയാൾക്കെതിരെ കേസ് കൊടുത്തേക്കാണ്. ഇത് 2020 നടന്ന സംഭവമാണ്. ഇന്നും ഇന്നലെ നടന്നതല്ല, 2020 നടന്ന ഒരു സംഭവത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നത്. അപ്പം 2020 ഈ പെൺകുട്ടി ഒരു ടിക്ടോക്ക് സ്റ്റാറാണ്, ടിക്ടോക്കിലൂടെ വൈറലായ ഒരു പെൺകുട്ടിയാണ്. ആ സമയത്ത് ഈ സനോജ് മിശ്ര ഉത്തർപ്രദേശിലോ എങ്ങാനാണ് താമസിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം നൽകാം, പെൺകുട്ടിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തി ഈ പെൺകുട്ടിയെ എന്തൊക്കെയോ കൊടുത്ത് ഇയാൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. പിന്നീട് ഇയാളൊരു ലീവിങ് റിലേഷൻഷിപ്പിലായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ട്. ആ റിലേഷൻഷിപ്പിൽ ത്രൂ ഔട്ട് ഏതാണ്ട് 4 വർഷത്തോളം റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് ത്രൂ ഔട്ട് ഈ പെൺകുട്ടിയെ ഈ ഫോട്ടോസൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പുറത്ത് പറയാൻ പാടില്ലെന്ന് പറയുന്നു. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവിയെല്ലാം ഇല്ലാതാക്കുമെന്ന് പറയുന്നു. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, നിനക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അങ്ങനെ നിർത്തുകയാണ്. ഈ 4 വർഷത്തിനിടയിൽ ഈ പെൺകുട്ടി 3 തവണ ഗർഭിണിയുമായി. ഈ 3 ഇല്ലാതാക്കി. അതായത് 3 തവണ ഗർഭിണിയായി, 3 തവണയും
ഈ ഒരു ഗർഭം ഇല്ലാതാക്കി, അതും ഇയാളുടെ അണ്ടറിൽ, ഇയാളുടെ കെയർ ഓഫിൽ. അപ്പം അതിനുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 3 തവണ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഡീറ്റെയിൽസും ഇയാളാണ് ഗാർഡിയനായിട്ട് നിന്നത് എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ പോലീസിന് കിട്ടിയതോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്തേക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊണാലിസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇനി മൊണാലിസയ്ക്ക് ഒരു ഭാവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ആരെങ്കിലും മൊണാലിസയെ ഏറ്റെടുക്കാതെ മൊണാലിസയ്ക്ക് ഇനി ഒരു ഭാവി ഇല്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് വലിയ ചതിക്കുഴിയിലേക്കാണ് ആ പെൺകുട്ടി ചെന്ന് പെട്ടത്. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും ഒടുവിലായിട്ട് മൊണാലിസയെക്കുറിച്ച് ഇട്ട വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറേ എണ്ണം എന്നെ വഴക്ക് പറയാണ്. ഇത് സംശയങ്ങൾ മാത്രമല്ലേ, വെറും നിഗമനം വെച്ചിട്ടല്ലേ നീ സംസാരിക്കുന്നത്, നിനക്ക് അസൂയാണ്. എനിക്കെന്ത് അസൂയ? 16 വയസ്സുള്ളൊരു പെൺകുട്ടി രക്ഷപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ എന്തിനു അസൂയപ്പെടണം? ആ പെൺകുട്ടി രക്ഷപ്പെടട്ടെ, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ രക്ഷപ്പെടട്ടെ. ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ആ ഒരു പ്രതീക്ഷയിലായിരിക്കണം ജീവിച്ചത്. ഇത്രയും നാളും കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, ഇനി മകള് രക്ഷപ്പെടും, മകള് രക്ഷപ്പെടുന്നതിലൂടെ ഞങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ. അവരെ പറഞ്ഞ് പറ്റിച്ച് ഈ പെൺകൊച്ചിനെയും കൊണ്ട് മുംബൈ പോയേക്കുന്നു. അതും ഈ 28 വയസ്സുകാരിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇയാൾ എന്നാണ് അവസാനിപ്പിച്ചതെന്ന് അറിയാമോ? 2025 ജനുവരി. 2025 ജനുവരി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തോ? 2025 ജനുവരിയിലാണ് കുംഭമേള നടക്കുന്നത്. മനസ്സിലായോ? ഒന്നിനെ കളഞ്ഞ് മറ്റൊന്നിനെ കിട്ടിയപ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്നതിനെ കളഞ്ഞു, എന്നിട്ട് അടുത്ത ആളെ പിടിച്ചു. ഈ മൊണാലിസ ഇത്രയും നാഷണലി വൈറലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഇപ്പം തന്നെ മൊണാലിസയെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഉള്ള കാര്യമാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പെൺകുട്ടികൾ മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ ചെന്ന് പെടുന്ന സ്ഥലം ശ്രദ്ധിക്കുക. നമ്മളോട് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ പറയും. നമ്മളുടെ അച്ഛൻ്റെ കൂട്ടാണ്, നമ്മുടെ സഹോദരൻ്റെ കൂട്ടാണെന്നൊക്കെ പറഞ്ഞായിരിക്കും ആദ്യം നമ്മളോട് പെരുമാറുന്നത്. നമ്മുടെ അടുത്ത് കൂടുന്നതും അങ്ങനെയായിരിക്കും. നമ്മളെ ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ പോലും നമ്മളെ അവർ ഒന്നും ചെയ്യത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുമോ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ്, നല്ല കൈകളിലാണ് എന്ന് നമുക്ക് വിചാരിക്കും. ഒരു അച്ഛൻ മകളോട് പെരുമാറുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠൻ സഹോദരിയോട് പെരുമാറുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത്. പക്ഷേ വിശ്വസിക്കാൻ പാടില്ല. ആരായാലും നമ്മളുടെ അടുത്ത് കൂടുന്നവരടുത്ത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് മാത്രം പെരുമാറുക. പ്രത്യേകിച്ച് വലിയ അറിവോ വിവരമോ ഒന്നുമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നമ്മളെ പറ്റിക്കാനാണ് പലരും അടുത്ത് കൂടുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മളെ നന്നാക്കിയിട്ട് അവർക്ക് എന്ത് നേട്ടം? അതും കൂടി ഒന്ന് ആലോചിക്കുക. ഇപ്പൊ സനോജ് മിശ്ര ഈ പെൺകൊച്ചിന്റെ അടുത്ത് കൂടിയത്, മൊണാലിസ എന്ന് പറഞ്ഞ പെൺകൊച്ചിന്റെ അടുത്ത് കൂടിയത് എന്തുകൊണ്ടാണ്? മൊണാലിസയ്ക്ക് ഫെയിം ഉണ്ട്. ആ ഫെയിം ഇയാൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത് കൂടിയത്. ഇത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ മൊണാലിസയെ ഉപയോഗിക്കാൻ അയാൾക്ക് പറ്റിയില്ല. പക്ഷേ മൊണാലിസയുടെ ഫെയിം അയാൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അയാൾ അത്യാവശ്യം വൈറലായി. സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് വല്ല പരിചയം ഉണ്ടായിരുന്നു? ഇല്ല. മൊണാലിസയിലൂടെയാണ് സനോജ് മിശ്ര ഇത്രയും അറിയപ്പെട്ടത്. ഏതായാലും ആ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഭാഗ്യം. ഇനിയിപ്പം മൊണാലിസ എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പം എന്തായാലും ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു മൂവി ഓപ്പർച്യൂണിറ്റി പോയി. ഇനി മൊണാലിസ എന്ത് ചെയ്യും? മൊണാലിസയ്ക്ക് ഇനി ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നിടം വരെ മൊണാലിസ മുംബൈ താമസിക്കാൻ പറ്റത്തില്ല. സനോജ് മിശ്ര പോയി, ഇനി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടി വരും. എന്തൊരവസ്ഥയാണ്! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലോകമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കണ്ണടച്ച് കണ്ണും പൂട്ടി ജീവിക്കാതിരിക്കുക. നമ്മൾ ആരെങ്കിലും ഇപ്പം നിഗമനത്തിൻ്റെ പേരിൽ നീ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, നിഗമനത്തിൻ്റെ പേരിൽ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇങ്ങനെയാണ് ലോകം. 90% ആ നിഗമനം ശരിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ മാത്രമല്ല, പല ആൾക്കാരും അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു സംശയം പ്രകടിപ്പിച്ചു. സനോജ് മിശ്ര നല്ല വ്യക്തിയാണോ? സനോജ് മിശ്ര നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ മൊണാലിസയുടെ അടുത്ത് ചേർന്നേക്കുന്നത്, അടുത്ത് കൂടിയേക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ അയാൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല എന്ന്. ഈ സനോജ് മിശ്ര ഓൾറെഡി മാരീഡ് ആണ്. അതും പോരാഞ്ഞിട്ടാണ് ആ 28 വയസ്സുകാരിയുമായിട്ട് 4 വർഷത്തോളമായിട്ട് ലീവിങ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ഫൂളിഷായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടി ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ച് ലോജിക്കായിട്ടൊക്കെ പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി ഇതുപോലെ അവതാളത്തിലാകും. ഇനി മൊണാലിസയുടെ ഭാവി എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.